നിങ്ങളുടെ പേഴ്സന്റെ ഇന്നത്തെ മെസ്സേജസ് നിങ്ങൾക്കായിട്ട് എന്താണെന്ന് നോക്കിയാലോ അല്ലെ. കാർഡ്സ് ഷഫിൾഡ് ആണ് കേട്ടോ. ടാറും കൂടെ എടുക്കട്ടെ. ഐ എം ഒബ്സെസ്ഡ് വിത്ത് യു. നിങ്ങളെ പ്രതി ഒരു ഒബ്സെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചിന്തകൾ നിർത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് കേട്ടോ. ഐ വിഷ് ഐ കുഡ് ബി ഫുള്ളി ഓണസ്റ്റ് വിത്ത് യു. എല്ലാം തുറന്ന് പറയാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവർ പറയാണ് കേട്ടോ. ഈസ് ഇറ്റ് ഓവർ? നിങ്ങളുടെ ആ ഇഷ്ടം അത് തീർന്നോ എന്ന് ചോദിക്കുകയാണ്. എന്തോ ഒരു സിറ്റുവേഷനിൽ ഇവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, എന്നിട്ട് ഇപ്പൊ ചോദിക്കുകയാണ് എല്ലാം കഴിഞ്ഞോ എന്ന്. എന്താ പറയാ അല്ലെ. നിങ്ങളാണോ മാറി നിന്നത്? ലൈഫ് വിത്തൗട്ട് യു ഇസ് ഹോപ്പ്ലെസ്, ഡാർക്ക് ആൻഡ് ഡിപ്രസിങ്. ഐ മിസ് യുവർ ലൈറ്റ്. അത് ശരി, നിങ്ങളെ വിട്ട് നിൽക്കുകയും ചെയ്തു, എന്നിട്ട് പറയണം നിങ്ങളില്ലാത്ത ജീവിതം ഇരുട്ടാണ്, ഹോപ്പില്ല എന്നൊക്കെ പറയണം. നിങ്ങളുടെ വെളിച്ചം അവർ മിസ് ചെയ്യുന്നു എന്ന്. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം. ലിറ്ററലി ഒരു റീകൺസിലിയേഷൻ, ഒരു റീയൂണിയൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ഓൾ ടു മച്ച്. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു വിട്ടിരിക്കലൊന്നും, ഈ ഫീലിങ്സ് ഒന്നും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഐ വിഷ് ടു ബി ലൈക്ക് യു. നിങ്ങളെപ്പോലെ ആവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നും അവർ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ടാരോ 8 ഓഫ് കപ്സ്, 5 ഓഫ് സ്വാർഡ്സ്, 2 ഓഫ് കപ്സ്, എംപറർ, ഡെവിൾ, ഹെർമിറ്റ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് ഈഗോ കാണിച്ചിട്ട്, ഈഗോ ഇഷ്യൂസ് ആയിരിക്കാം, സോഷ്യൽ ഇമേജ് ഇഷ്യൂസ് ആയിരിക്കാം. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇവര് നിങ്ങളെ വിട്ടിരിക്കുന്ന, വഴക്കിട്ടിട്ട് പിരിഞ്ഞതായിരിക്കാം. ഇവർക്ക് എന്താ പറയുക, ഇവരുടെ സൈഡിൽ നിന്ന് ഇവർക്കൊരു സോറി പറയാൻ വയ്യ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു ഒന്ന് വിട്ട് നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈസ് ഇറ്റ് ഓവർ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ അവർക്ക് സ്ട്രെസ്സ് സഹിക്കാൻ വയ്യ. നിങ്ങളെ പിരിഞ്ഞിരുന്നിട്ട് അവർക്ക് സ്ട്രെസ്സ് സഹിക്കാൻ വയ്യ, ചിന്തകൾ നിർത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒബ്സെസ്ഡ് വിത്ത് യു എന്നുള്ള തോട്ട് വന്നത്. 8 ഓഫ് കപ്സ് നിങ്ങളിൽ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. ലോങ് ഡിസ്റ്റൻസിലുമാണ്, നിങ്ങളുടെ അടുത്തൊന്ന് പിണങ്ങിയിട്ടുമുണ്ട്. ഈഗോ ഇഷ്യൂ മൂലം അവർക്ക് തല താഴ്ത്തി തരാൻ വയ്യാത്തൊരു സ്ഥിതിയാണ്. പക്ഷെ എന്താ സിറ്റുവേഷൻ എന്താണ്? ദേ ആർ ലോൺലി. അവർക്ക് ഒറ്റപ്പെട്ടിട്ട് ഇരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, സ്ട്രെസ്സ് സഹിക്കാൻ പറ്റുന്നില്ല. ഡെവിളിന്റെ കാർഡ് വെച്ചിട്ട് നിങ്ങളെ പ്രതി ഒരു ഭയങ്കരമായ ഒരു മാഗ്നറ്റിക് പുള്ള് അവർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒബ്സെസ്ഡ് തോട്ട്സ് തന്നെയാണ് അവിടെ വീണ്ടും അവർ പറയുന്നത്. അവർക്ക് എന്താണ് ഇപ്പോൾ വേണ്ടത്? നിങ്ങളുമായിട്ട് റീകൺസിലിയേഷൻ, റീയൂണിയൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു കേട്ടോ. നേരത്തെ വന്ന മെസ്സേജസിന്റെ ഒരു റെപ്പിറ്റേഷൻ ആയിട്ടാണ് ടാരോയിലും വന്നിരിക്കുന്നത് അല്ലേ. അവർക്ക് തീർച്ചയായും റീയൂണിയൻ വേണം, നിങ്ങളെ കാണണം, സംസാരിക്കണം, പ്രശ്നങ്ങൾ തീർക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് എന്ന് തന്നെ അവർ പറയുന്നു. ഓക്കെ.